ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബിയത്തായ വനിതകളോട് പറഞ്ഞു കൊടുത്തൊരു സംഭവമുണ്ട്. ഇത്വലഅതു ഫിൽ ജന്നാ, ഇത്വലഅതു ഫിൽ ജന്നാ, സ്വർഗ്ഗം എനിക്ക് കാണിക്കപ്പെട്ടു, സ്വർഗ്ഗം എനിക്ക് പ്രദർശിക്കപ്പെട്ടു. ഫറഅയ്തു അക്സറ അഹ്ലിഹൽ ഫുഖറാ, അക്സറു അഹ്ലിഹൽ ഫുഖറാ. സ്വർഗ്ഗം എനിക്ക് പ്രദർശിക്കപ്പെട്ടു. സ്വഹാബിയത്തായ പെണ്ണുങ്ങളോടും സ്വഹാബികളായ പുരുഷന്മാരോടും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ, സ്വർഗ്ഗം എനിക്ക് കാണിക്കപ്പെട്ടു സ്വഹാബാ, അക്സറു അഹ്ലിഹൽ ഫുഖറാ. അതിൽ ധാരാളം ആളുകൾ ആരെന്നറിയോ? അതിൽ ഒരുപാട് പേരെയും അല്ലാഹുവിന്റെ റസൂൽ കണ്ടതാരെയെന്നറിയോ? ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളുണ്ടല്ലോ, കുമ്പളാരിക്കാട് കടവത്ത് കടലിൽ പോയി മത്സ്യബന്ധനം നടത്തിയിട്ട് അന്നന്ന് അന്നത്തിന് വേണ്ടി കഷ്ടപ്പെട്ട പാവങ്ങളുണ്ടല്ലോ, ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് കൂലിപ്പണിക്ക് പോകുന്ന പാവങ്ങളുണ്ടല്ലോ. ഒന്നുമില്ല ഉസ്താദ്, ജീവിക്കാനൊരു വകയുമില്ല ഉസ്താദ് എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന പാവങ്ങളുണ്ടല്ലോ, ദാരിദ്ര്യത്തിന്റെ കൂപ്പുകയത്തിൽ കൂപ്പുകുത്തുന്ന പാവപ്പെട്ടവരുണ്ടല്ലോ സഹോദരങ്ങളെ. ആ ഫക്കീറുകളെയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിൽ ധാരാളം കണ്ടത്. എന്നാലോ അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമത് പറഞ്ഞ സംഭവം എന്നറിയോ? എന്റെ പെങ്ങളെ, ചെവി കൊടുത്തൊന്നു കേൾക്കണേ പെങ്ങളെ. ഫെമിനിസം പറയുന്ന പെണ്ണുങ്ങൾക്ക് ഇസ്ലാമിൽ അവകാശമില്ലേ എന്ന് ചോദിക്കുന്ന എന്റെ പെങ്ങന്മാര് കേൾക്കണം. വീട്ടിന്റെ അകത്ത് അടച്ചിടപ്പെടേണ്ടതാണോ പെണ്ണുങ്ങളെന്ന് പറയുന്ന ഫെമിനിസത്തിന്റെ പേരും പറഞ്ഞ്, സ്ത്രീത്വത്തിന്റെ സ്വാതന്ത്ര്യം പറഞ്ഞ് ദുനിയാവിന്റെ മണ്ണിൽ അട്ടഹാസം നടത്തുന്ന പെണ്ണുങ്ങൾ ഇതൊന്ന് കേൾക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? ഫറഅയ്തു ഇത്ലഅതു ഫിന്നാർ, സ്വഹാബാ ഇത്ലഅതു ഫിന്നാർ, നരകവും എനിക്ക് കാണിക്കപ്പെട്ടു സ്വഹാബാ, നരകവും എനിക്ക് കാണിക്കപ്പെട്ടു സ്വഹാബാ. ഫറഅയ്തു അക്സറ അഹ്ലിഹൻ നിസാ, അതിൽ കൂടുതലും ആരെന്നറിയോ? വിതുമ്പിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഫാത്തിമത്തു ബിദ്അത്തു മിന്നീ, ഫാത്തിമ നീ എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ, നീ സ്വർഗത്തിന്റെ നേതാവാണ് പൊന്നുമോളെ ഫാത്തിമ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ വിതുമ്പിക്കൊണ്ട് പറയാ, നരകം എനിക്ക് കാണിക്കപ്പെട്ടു ഫാത്തിമ, നരകം എനിക്ക് കാണിക്കപ്പെട്ടു സ്വഹാബാ, അക്സറ അഹ്ലിഹൻ നിസാ. അതിൽ കൂടുതൽ ആരെന്നറിയോ? ആരിക്കാട് കടവത്ത് തടിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ ദീൻ കേൾക്കാൻ വേണ്ടി നരകത്തെ ഭയക്കാത്ത സ്ത്രീകളെന്ന് പറഞ്ഞപ്പോ ഞാനതിൽ പെടുമോ ഉസ്താദ്? ആരെ പറ്റിയാണ് ഉസ്താദ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി ആകാംക്ഷയോട് ഓടി വന്ന എന്റെ പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? നിങ്ങൾ ചോദിക്കാറില്ലേ ആണുങ്ങൾക്ക് നരകമില്ലേ ഉസ്താദ്, എന്റെ ഭർത്താവിന് നരകമില്ലേ ഉസ്താദ്, എന്റെ മകന് നരക ശിക്ഷയില്ലേ ഉസ്താദ് എന്ന് ചോദിക്കുന്ന പെങ്ങളെ, ഈ കാണുന്ന ആലിമീങ്ങൾ മുഴുവനും ഇത് പറയുന്നതിന്റെ കാരണം എന്തെന്നറിയോ? എന്റെ ബഹുമാനപ്പെട്ട പണ്ഡിത ശ്രേഷ്ഠനായ ഹിമമി ഉസ്താദ് ഈ വിഷയം എനിക്ക് തന്നതിന്റെ കാരണം എന്തെന്നറിയോ? ആരിക്കാട് കടവത്ത് ആയിരക്കണക്കാണ് പെണ്ണുങ്ങളുടെ മുമ്പിൽ ഇത് പറയേണ്ട ആവശ്യകത എന്തെന്നറിയോ? ഇത് കേൾക്കാൻ വേണ്ടി തടിച്ചുകൂടിയ ആയിരങ്ങളായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോ, ഇത് കേൾക്കേണ്ട ആവശ്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയാ, അക്സറ അഹ്ലിഹൻ നിസാ, അക്സറ അഹ്ലിഹൻ നിസാ.
കൂടുതലും പെണ്ണുങ്ങളാ സ്വഹാബ, കൂടുതലും പെണ്ണുങ്ങളാ സ്വഹാബ, കൂടുതലും പെണ്ണുങ്ങളാ സ്വഹാബ. എന്റെ ഫാത്തിമ അതിൽ പെടുമോ എന്ന് എനിക്ക് പേടിയുണ്ട് സ്വഹാബ, എന്റെ ആയിഷ അതിൽ പെടുമോ എന്ന് എനിക്ക് പേടിയുണ്ട് സഹാബ, എന്റെ ഖദീജ അതിൽ പെടുമോ എന്ന് എനിക്ക് പേടിയുണ്ട് സഹാബ. എന്തിനാ ഞങ്ങളിത് കേൾക്കുന്നത്? എന്തിനാ ഞങ്ങളിത് കേൾക്കുന്നത്? ചെറുപ്പക്കാരാ വാപ്പമാരെ പഠിച്ചുകൊള്ളുക. നിങ്ങൾ എന്തിനെന്നറിയോ ഇത് കേൾക്കേണ്ടത്? എന്റെ ഭാര്യ ഇതിൽ പെടുമോ ഉസ്താദ്? എന്റെ പൊന്നുമോൾ ഇതിൽ പെടുമോ ഉസ്താദ്? എന്റെ സഹോദരി ഇതിൽ പെടുമോ ഉസ്താദ്? 10 മാസം എന്നെ നൊന്തു പെറ്റ ഉമ്മ ഇതിൽ പെടുമോ ഉസ്താദ്? നരകത്തിന്റെ അഹലുകാരായ എന്റെ പെങ്ങള് മാറുമോ ഉസ്താദ്? അറിയണം എന്റെ ചെറുപ്പക്കാരാ, അറിയണം എന്റെ ചെറുപ്പക്കാരാ, അറിയണം നിങ്ങളും ചെറുപ്പക്കാരാ. അതുകൊണ്ടാ നിങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്, അതുകൊണ്ടാ ആയിരങ്ങൾ ഇവിടെ തടിച്ചു കൂടിയത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ തുടങ്ങുകയാ, നമ്മുടെ വിഷയം നമ്മൾ തുടങ്ങുകയാ. ശ്രദ്ധയോടെ കേൾക്കണേ ഉമ്മ, ഒരു മാറ്റം വരണേ ഉമ്മ, ഒരു മാറ്റം നമുക്കുണ്ടാവണേ ഉമ്മ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വിഭാഗത്തിൽ ഞാനും നിങ്ങളും പെടുവോ? എന്റെ ഉമ്മ പെടുവോ? എന്റെ പെങ്ങള് പെടുവോ? എന്റെ അനിയത്തി പെടുവോ? ചെറുപ്പക്കാരാ ചിന്തിക്കണം, ചെറുപ്പക്കാരാ പെങ്ങളെ ചിന്തിക്കണം. ഞാൻ പെടുമോ അല്ലാ? ഞാൻ പെടുമോ റബ്ബേ എന്ന ചിന്തയാണ് ഇന്നത്തെ വിഷയത്തിന്റെ ഏറ്റവും വലിയ പവിത്രത. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. വീട്ടിലെ പെൺമക്കളെ വളർത്തുന്ന വാപ്പാ, വീട്ടിലെ പെണ്ണുങ്ങളെ വളർത്തുന്ന വാപ്പാ, നിന്റെ മോള് സ്വർഗ അവകാശിയാണോ എന്ന് നീ അറിയേണ്ടതുണ്ട്. കാരണം എന്താ? 3 പെൺകുട്ടികളെ, ട്രെയിൻ പോകുന്നതാണോ? ട്രെയിനാണ് അത് ഭൂമിയിൽ. 3 പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ട വാപ്പാക്ക് സ്വർഗമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. 3 പെൺമക്കളെ ദീനിയായിട്ട് കെട്ടിച്ചു വിടുന്ന ആരിക്കാട് കടവത്തെ വാപ്പ നിനക്ക് സ്വർഗമാണ്. പക്ഷേ ആ 3 പെൺമക്കളും സ്വർഗത്താണോ നരകത്താണോ? അല്ലാഹ് ഈമാൻ നൽകുമാറാവട്ടെ, അല്ലാഹ് ഈമാൻ നൽകുമാറാവട്ടെ. നിങ്ങളെ കൂടെ ശരീരം പങ്കിട്ട നിങ്ങളുടെ പെണ്ണ് ചിന്തിക്കണം. നിങ്ങൾ, നിങ്ങളുടെ കൂടെ ശരീരം പങ്കിട്ട പെണ്ണ് നീ നിസ്കരിച്ച് സ്വർഗം വാങ്ങുമ്പോ അവള് സ്വർഗത്താണോ നരകത്താണോ? എന്തുകൊണ്ടാണ് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ഒരുപാട് നരകത്തെന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാണ്? ചോദിക്കുക, ആരിക്കാട് കടവത്ത് ഒരുമിച്ച് കൂടിയ പെണ്ണുങ്ങളെ ചോദിക്കുക, സുഫിയാൻ ബാക്കവി എന്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ റസൂലുള്ള പറയാനുള്ള കാരണം? ഞങ്ങളിൽ ഒരുപാട് പേര് ഇങ്ങനെ നരകത്ത് പോകാനുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ഫറഅയ്തു അക്സറ അഹ്ലിഹൻ നിസാ. ഒരുപാട് പെണ്ണുങ്ങൾ നരകത്തെന്ന് പറഞ്ഞപ്പോ കാലൂ സ്വഹാബാക്കൾ ചോദിച്ചു, ലിമയാ റസൂലല്ലാഹ്, ലിമയാ റസൂലല്ലാഹ്. എന്തേ നബിയേ പെണ്ണുങ്ങൾ ഒരുപാട് പേര് നരകത്ത് പോവാനുള്ള കാരണം എന്താ? പെണ്ണുങ്ങൾ ഒരുപാട് പേര് നരകത്ത് പോവാനുള്ള കാരണം എന്താ? ഞങ്ങളെ വീട്ടിൽ നിസ്കരിക്കുന്നത് ഒരുപാട് പെണ്ണുങ്ങളാ നബിയേ, അവർ ഒരുപാട് സ്വതക്കുകൾ ചെയ്യുന്നുണ്ട് നബിയേ. ഞങ്ങൾ ജീവിതത്തിലോട്ട് കടന്നു വന്നപ്പോ, ദീനിന്റെ മാർഗത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങുമ്പോ ഞങ്ങളെ ഒരുക്കി വിടുന്നത് ഞങ്ങളെ പെണ്ണുങ്ങളാ നബിയേ. പിന്നെ എന്തുകൊണ്ടാണ് യാ റസൂലല്ലാഹ് ലിമയാ റസൂലല്ലാഹ്? നമ്മളെ ചോദ്യം അത് തന്നെയല്ലേ? അല്ലേ സഹോദരങ്ങളെ, നമ്മളെ ചോദ്യം അത്. അങ്ങനെ ചോദ്യം നിങ്ങൾക്കില്ലേ? എന്തേ ഉസ്താദ് പെണ്ണുങ്ങൾ മാത്രം നരകത്തില്? ഇവിടെ കള്ളു കുടിക്കുന്നവരില്ലേ? ഇവിടെ കഞ്ചാവ് അടിക്കുന്നവരില്ലേ? അല്ലേ? അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഞാനും ഒരു തീരപ്രദേശത്തുള്ള ആളാ, ഞാനും ഒരു തീരപ്രദേശത്തുള്ള ആളാ. തീരപ്രദേശത്ത് ഈ ആരിക്കാട് കടവത്ത് നേരെ ചെന്ന് തിരുവനന്തപുരം ജില്ലയിൽ ചെന്നാൽ പെരുമാതുറ എന്ന് പറയുന്ന വിശാലമായ ഒരു കടപ്പുറമുണ്ട്. എൻ്റെ കൂട്ടുകാരും എൻ്റെ കൂടപ്പറപ്പുകളും നിങ്ങളെപ്പോലെ നല്ല ഒന്നാം തരം കടലിൽ പോയി ജീവിക്കുന്ന ഭൂരിഭാഗം ആളുകളുമാണ്. കടൽ കണ്ടു വളർന്നവനാണ് ഞാൻ.
തീരപ്രദേശത്തുള്ളവർ കൂടുതലും ബന്ധപ്പെട്ടു പോകുന്നത് മദ്യത്തിലും മയക്കുമരുന്നിലും അങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് അകപ്പെട്ടു പോകുന്ന സാഹചര്യം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ കടലിൽ പോയവർ മാത്രമല്ല, ബാക്കിയുമുണ്ട്. പക്ഷേ കൂടുതലും നമ്മളുടെ അറിവില്ലായ്മയും നമ്മുടെ വിവരമില്ലായ്മയും കൊണ്ട് നമ്മൾ ചെന്ന് പലരും പെട്ടുപോകുന്നുണ്ട്. അള്ളാഹു തന്ന കടലിൽ നിങ്ങൾ ചെന്ന് തുഴഞ്ഞ് മീനും ബോട്ടുമായിട്ട് ചെന്ന് ഇളകിമറിയുന്ന തിരമാലകളുടെ ജീവിതവും പണയം വെച്ച് നിങ്ങൾ പോകുമ്പോൾ അവിടെ നിന്ന് അള്ളാഹു മീൻ തന്ന് തിരിച്ച് നിങ്ങൾ കൊണ്ടുവന്ന് ആ മീൻ വിറ്റ് കിട്ടുന്ന അള്ളാഹു തരുന്ന കാശ് കൊണ്ട് മദ്യം വാങ്ങാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ പോയാൽ അള്ളാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയോ? അള്ളാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയോ? ആ കടൽ നിന്നെ ശപിക്കും ചെറുപ്പക്കാരാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. കടലിൽ നിന്ന് കിട്ടുന്ന കാശ് നിന്റെ ജീവിതം എങ്ങനെയും എടുക്കും. എൻ്റെ നാട്ടിൽ ഈ അടുത്ത് മരിച്ചുപോയി 2 ചെറുപ്പക്കാർ കടലിൽപ്പെട്ട്. നിങ്ങൾക്കറിയോ, മദ്യവും കുടിച്ച് കടലിൽ പോയിട്ട് മദ്യലഹരിയിൽ കടലിൽ വീണ് മരിച്ചുപോയ 2 ചെറുപ്പക്കാർ. അപ്പോഴേ പെണ്ണുങ്ങൾ ചോദിക്കണം, മദ്യം കുടിക്കാത്ത ഞങ്ങൾ എന്തിനാ ഉസ്താദേ നരകത്ത് പോകണമെന്ന് ചോദിക്കണം. അതുകൊണ്ടാണ് ഇവിടെ അതല്ല നമ്മുടെ വിഷയം. ഞാൻ സാഹചര്യം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇവിടെ അരിക്കാട് കടവത്ത് ആരും മദ്യപിക്കാതിരിക്കട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഇത്രയും പേര് ഒരുമിച്ച് കൂടും. മദ്യം കുടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇത്രയും പേരൊന്നും കൂടില്ല. അള്ളാഹു മദ്യരഹിത നാടാക്കി നമ്മുടെ നാടിനെ മാറ്റട്ടെ. പിന്നെ അഭിവന്ദനായ ഹിമമി ഉസ്താദിനെ പോലുള്ള പണ്ഡിതനൊക്കെ സേവനം ചെയ്യുന്ന മഹലിൽ അങ്ങനെ ആളുകൾ ഇല്ലാതിരിക്കട്ടെ. ഉണ്ടെങ്കിൽ ഇന്ന് മാറണം നമ്മൾക്ക്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ലിമയാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ, എന്തുകൊണ്ടാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ബികുഫരിഹിന്നാ ബികുഫരിഹിന്നാ, അവർ നന്ദി കെട്ടവരാണ് സ്വഹാബ. പെണ്ണുങ്ങൾ നന്ദി കെട്ടവരാണ് സ്വഹാബ. സുഫിയാൻ ബാക്കവി ഇത് പറഞ്ഞതല്ല. എന്റെ പെങ്ങളെ, നിങ്ങൾ എന്നോട് ദേഷ്യം തോന്നരുത്, എന്നോട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നരുത്. നന്ദി കെട്ടവരാണ് സ്വഹാബ, നന്ദി കെട്ടവരാണ് സ്വഹാബ. സ്വഹാബാക്കൾ ചോദിച്ചു, ഖീല യക്ഫുറുന ബില്ലാഹ്, അവർ അല്ലാഹുവിനോട് നന്ദി കെട്ടവരാണോ നബിയേ? അവർ അല്ലാഹുവിനോടാണോ നന്ദി കേട് കാണിച്ചത്? എല്ലാം അല്ലാഹു കൊടുത്തപ്പോ, സൗന്ദര്യം അല്ലാഹു കൊടുത്തപ്പോ, നല്ല ഭർത്താവിനെ അല്ലാഹു കൊടുത്തപ്പോ, നല്ല വീടവർക്ക് കൊടുത്തപ്പോ, നല്ല കുടുംബം അവർക്ക് കൊടുത്തപ്പോ, നല്ല വാഹനം അവർക്ക് കൊടുത്തപ്പോ അല്ലാഹുവിനോട് നന്ദി കേട് കാണിച്ചവരാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ല, അവർ അല്ലാഹുവിനോട് നന്ദി കേട് കാണിച്ചവരല്ല സ്വഹാബ. യക്ഫുറുനൽ അശീറാ യക്ഫുറുനൽ അശീറാ. ആരിക്കാട് കടവത്തെ പെങ്ങളെ, കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ബംബ്രാണ പോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടി എന്റെ പെങ്ങളെ, എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾ നരകത്ത് പോവാനുള്ള, പെണ്ണുങ്ങൾ അധികം പേരും നരകത്ത് പോവാനുള്ള കാരണം എന്തെന്നറിയോ? യക്ഫുറുനൽ അശീറാ യക്ഫുറുനൽ അശീറാ. അവരെ ഭർത്താവിനോട്, അവരെ കൂടപ്പിറപ്പിനെ പോലെ, കൂട്ടുകാരനെ പോലെ കരുതേണ്ട പ്രിയപ്പെട്ടവനോട് നന്ദികേട് കാണിക്കുന്ന പെണ്ണുങ്ങൾ ഈ സമുദായത്തിൽ ഉള്ളത് കൊണ്ടാണ് കൂടുതൽ പെണ്ണുങ്ങൾ നരകത്ത് പോവുക, നരകത്ത് പോവുക, നരകത്ത് പോവുക. ഇതുവരെ കളവ് പറയാത്ത നാവ് കൊണ്ട് ലോകത്തിന്റെ നേതാവേ, റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ